വീക്കെൻഡായിട്ട് എൻജോയ് ചെയ്യാൻ വന്ന കേട്ടോ ഒരാൾ. പക്ഷേ എൻജോയ്മെൻ്റ് ഒന്നും നടന്നില്ല. കാരണം ഒറ്റയ്ക്കാണ് വന്നത്. കിറ്റി ഇത്തവണ കൂടെയില്ല. അത് കാരണം ഭയങ്കര സാഡായിരുന്നു പുള്ളി. ഈ വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു കുഞ്ഞ് ഡ്രസ്സ് ഉണ്ടേ. ആരുടെയെന്നല്ലേ, നമ്മുടെ സോയക്കുട്ടൻ്റെ തന്നെ കേട്ടോ. മൈനസ് ടെമ്പറേച്ചറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നലെ നോക്കിയപ്പോഴേ -2 കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ തന്നാണ് വെടിയിച്ചത്. ഇത് ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് പട്ടിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാധാരണ പിള്ളേർക്ക് ഇടുന്ന പോലെ തന്നെ കൈയും കാലുമൊക്കെ പതുക്കെ പൊക്കി അതിനകത്തോട്ട് കയറ്റുന്നു. അതൊക്കെ സാധാരണ തന്നെയായിരുന്നു. പക്ഷെ അവന് മുടിയൊക്കെ ഇച്ചിരി കൂടുതലുള്ള കാരണം ഇത്തിരി പാടായിരുന്നു. കാരണം മുടിയൊക്കെ അതിൻ്റെ ബട്ടൺസിൻ്റെ ഒക്കെ ഇടക്ക് കുടുങ്ങാൻ നേരത്ത് അവന് ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഞാൻ ഇച്ചിരി പതുക്കെ ഇട്ടത്, കുറച്ച് സമയം എടുത്ത് തന്നെ ഇട്ടത്. ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദിദാസിൻ്റെ ഒക്കെ കമ്പനി പ്രോഡക്റ്റ് ഇല്ലേ, ഇത് ആദിദാസ് അല്ല, അത് ഡോഗ് ആട്ടോ, ആ കമ്പനിയൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ ഉടുപ്പൊക്കെ ഇടിയിച്ച് സാധാരണ നമ്മൾ പുറത്തോട്ട് പോകുന്ന എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ബഹളമാണ്. ജാക്കറ്റ് ഇടുന്നതോ ഷൂ ഇടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ബഹളമാണ്. അടങ്ങി നിൽക്കില്ല. നമ്മുടെ മേത്ത് ചാടിക്കയറി അവനെയും കൂടെ പുറത്ത് കൊണ്ടുപോയേ അടങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. ഇത്തവണ കിറ്റിയില്ലാഞ്ഞ കാരണം ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സാഡായിട്ട് ഞാൻ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് പോലും വിളിച്ചിട്ട് അനങ്ങണ പോലുമില്ല. നോക്കി ഞാൻ പിന്നെ നിർബന്ധിച്ച ആളെ കുറച്ച് നേരം പുറത്തൊക്കെ കൊണ്ടുപോയി കറങ്ങിയിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഡ്രസ്സിങ് കാണിച്ചതല്ലേ, അൺഡ്രസ്സിങ്ങും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. മൊബൈലൊക്കെ ഓൺ ചെയ്ത് ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓടിക്കളഞ്ഞു. പിന്നെ ഞാൻ പോയി ആളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. ഡ്രസ്സിങ് പോലെ അത്ര പാടൊന്നുമല്ല അൺഡ്രസ്സിങ്, ഇച്ചിരി എളുപ്പമാണ്. കാരണം ഒരു കൈ നമ്മൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചു ഊരാൻ പറ്റുന്നുണ്ടായിരുന്നു. മുടിയൊക്കെ ഉടുപ്പിൻ്റെ അകത്തിരുന്ന് നല്ല കെട്ടുകെട്ടായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ആൾ നിർബന്ധിച്ച് ഞാനൊരു ടാറ്റയും കൂടെ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ തന്നൊന്നുമില്ല. പിന്നെ ഞാനായിട്ട് തന്നെ ഒരു ടാറ്റയൊക്കെ തന്നു. അപ്പം ബൈ.